സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ കബൂലാക്കുമാറാകട്ടെ. നമ്മളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുള്ള ചില ആളുകളുണ്ട്. അവരുടെ എല്ലാ ഹലാലായ മുറാദുകളും അല്ലാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ. വിഴിഞ്ഞത്ത് നിന്നും ഷീജ എഴുതുന്നു. ഷീജ പറയുന്നത്, ഷീജയുടെ മാമിയുടെ രോഗം ശിഫയാകുന്നതിനും മകൻ അജ്മീർ ഖാൻ്റെ ശരീരസുഖത്തിനും ദീർഘായുസ്സിനും ബിസിനസ്സിലെയും മറ്റ് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും മാറി കിട്ടുന്നതിന് വേണ്ടി ദുആ ചെയ്യണം എന്നാവശ്യപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ നന്ദി മജീദ് എന്ന സഹോദരൻ്റെ മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യണം. നമ്മുടെ സ്റ്റാഫായ അദ്നാൻ ഭായിയാണ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും അല്ലാഹു നൽകട്ടെ. കാട്ടാക്കട കിള്ളിയിൽ നിന്നും മുഹമ്മദ് ഷാഫർ എന്ന സഹോദരൻ്റെ വീട് പാലുകാച്ചലാണ്, വീട് താമസമാവുകയാണ്. അതിനുവേണ്ടി ദുആ ചെയ്യണം. ഖൈർ ബർക്കത്തുകൾക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തരുടെയും ആഗ്രഹവും ഒരു അഭിലാഷവുമാണ് സ്വന്തമായിട്ടൊരു ഭവനം ഉണ്ടാവുക, ഒരു വീടുണ്ടാവുക, തലചായ്ക്കാൻ ഒരിടം ഉണ്ടാവുക എന്നത്. അല്ലാഹു നൽകിയ ആ വീട്ടിൽ സ്വസ്ഥതയും സമാധാനവും എല്ലാവിധ ഐശ്വര്യവും നൽകട്ടെ. ശാന്തിയും സമാധാനത്തോടു കൂടിയും വീട്ടിൽ താമസിക്കുന്ന ആ വീട്ടുകാർക്കും ആ വീട്ടിലുള്ള ആളുകൾക്കെല്ലാം അല്ലാഹു എല്ലാവിധ ഉദവിയും ചെയ്തു കൊടുക്കട്ടെ. കോലിയക്കോട് നിഷാദ്, ഷൗക്കത്ത് അലി എന്നിവരുടെ മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. അല്ലാഹു അവരുടെ ഖബറിനെ വിശാലമാക്കി കൊടുക്കട്ടെ. അഴീക്കോട് കുറുങ്ങോട് ഹയാൻ ജസീമിൻ്റെ 1-ാം ജന്മദിനമാണ്, ദുആ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു ആ പൊന്നുമകനെ സാലിഹായ സന്താനമാക്കി വളർത്തുകയും മാതാപിതാക്കൾക്കും നാടിനും വീട്ടിനും നാട്ടുകാർക്കുമെല്ലാം പ്രയോജനമുള്ള നല്ലൊരു സന്തതിയായി അല്ലാഹു വാർത്തെടുക്കട്ടെ. വെഞ്ഞാറമൂട് നസീം എന്ന സഹോദരൻ്റെ കുടുംബത്തിലെ എല്ലാവിധ ഖൈറിനും ബറക്കത്തിനും വേണ്ടി ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. അല്ലാഹു ആ കുടുംബത്തിൽ എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകട്ടെ, എല്ലാവിധ ഐശ്വര്യവും നൽകുമാറാകട്ടെ. അൽ-ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ വമിൻ ശർരി നഫാസാതി ഫിൽ ഉഖദി വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നതി വൻ നാസ്. الحمد لله رب العالمين حمدا طيبا مباركا فيه على كل حال، حمدا يوافي نعمه ويكافئ مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك، فلك الحمد ولك الشكر حتى ترضى. اللهم ربنا أتمم لنا نورنا واغفر لنا إنك على كل شيء قدير. اللهم حصل مرادنا وبلغ مقاصدنا ودفع بلياتنا وقض حوائجنا واشف أمراضنا يا شافي الأمراض. اللهم إنك تعلم ذنوبنا وترى مكاننا وتعلم سرنا وعلانيتنا، ولا يخفى عليك من شيء من أمورنا، ونحن الباعث الفقير المستغيث المستجير المشفق المقر المعترف بالذنوب. ونسألك مسألة المسكين ونبتهل إليك ابتهال المذنب الذليل، وندعوك دعاء الخائف الضرير، وندعوك دعاء من خضعت لك رقبته وفاضت لك غبرته وذل لك جسمه ورغم لك أنفه.
اللهم لا تجعلنا في دعائك شقيا وكلنا لك غفورا رحيما يا خير المسؤولين ويا خير المعطين ويا ذا الجلال والإكرام. اللهم إنا نسألك خير ما سألك به عبدك ونبيك محمد صلى الله عليه وسلم. اللهم إنا نعوذ بك من شر ما استعاذك منه نبيك محمد صلى الله عليه وسلم. ربنا عليك توكلنا وإليك أنبنا وإليك المصير. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. റഹ്മാനായ അല്ലാഹുവേ, ദയാലുവായ പടച്ചോനെ, നമ്മുടെ ഒരുമിച്ച് കൂടലിനെ കബൂലാക്കണേ അല്ലാഹുവേ. നമ്മൾ ഓതിയ ഖുർആൻ ശരീഫിനെയും അദ്കാറുകളെയും തസ്ബീഹാത്തുകളെയും എല്ലാം നീ സ്വീകരിക്കണേ റഹ്മാനെ. അതിന് അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. ഏതൊരു ഉദ്ദേശത്തിന്റെ പേരിലാണോ നമ്മളതെല്ലാം ഓതിയിരിക്കുന്ന ആ ഉദ്ദേശത്തെ സഫലമാക്കി തരണേ റഹ്മാനെ. അല്ലാഹുവേ, നമ്മളോട് ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് റഹ്മാനെ. അവരുടെ ഓരോരുത്തരുടെയും മനസ്സിന്റെ ആഗ്രഹങ്ങൾ അറിയുന്നവൻ നീയാണ് റഹ്മാനെ. അല്ലാഹുവേ, യജമാനനായ നാഥ, നിന്നോട് നമ്മൾ യാചിക്കുകയാണ് റഹ്മാനെ. അവരുടെ എല്ലാവരുടെയും ആവശ്യങ്ങളും എല്ലാ ഉദ്ദേശങ്ങളും നീ സഫലീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, പുതുതായി താമസമായ വീടിൽ എല്ലാവിധ അഭിവൃദ്ധിയും ബറക്കത്തും നിറയ്ക്കണേ റഹ്മാനെ. സ്വസ്ഥതയും സമാധാനവും നൽകണേ റഹ്മാനെ. ശാന്തതയും എല്ലാവിധ സൗകര്യങ്ങളും നൽകണേ അല്ലാഹുവേ. അല്ലാഹുവേ, ആ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും ഒത്തൊരുമയും സാഹോദര്യമെല്ലാം നൽകണേ റഹ്മാനെ. അതിൻ്റെ അയൽക്കാർക്ക് എല്ലാവർക്കും സന്തോഷവും സമാധാനവും നൽകണേ റഹ്മാനെ. ആ വീട്ടിൽ കഴിയുന്നവർക്കെല്ലാം ശാരീരിക സുഖവും മാനസികവുമായ എല്ലാവിധ സുഖവും അഭിവൃദ്ധിയും നൽകണേ റഹ്മാനെ. പടച്ചോനെ, നമ്മളിൽ പലരും രോഗങ്ങൾ കൊണ്ട് വലയുന്നവരുണ്ട്. അല്ലാഹുവേ, രോഗങ്ങൾ മാറ്റാൻ കഴിവുള്ളവൻ നീയാണ് റഹ്മാനെ. രോഗങ്ങൾ നൽകിയവനും നീയാണ് റഹ്മാനെ. അത് മാറ്റാൻ കഴിവുള്ളവനും നീയാണ് അല്ലാഹുവേ. പടച്ചവനെ, നിന്റെ അപാരമായ കുതിരത്ത് കൊണ്ട് രോഗങ്ങളെ നീ മാറ്റിത്തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഏതൊരു തരത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് നമ്മളെ നീ പരീക്ഷിക്കില്ലേ റഹ്മാനെ. നിന്റെ പരീക്ഷണത്തെ താങ്ങാൻ കരുത്തില്ലാത്ത സാധുക്കളാണ് റഹ്മാനെ, പാപികളാണ് റഹ്മാനെ. അല്ലാഹുവേ, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും അപരാധങ്ങളും നീ പുറത്തു തരണേ റഹ്മാനെ. അല്ലാഹുവേ, നിന്നോടല്ലാതെ മറ്റാരോടും പാപമോചനത്തെ ചോദിക്കാൻ നമുക്കില്ല റഹ്മാനെ. അല്ലാഹുവേ, നീ നമ്മളെ കൈവിട്ടാൽ പിന്നെ നമ്മൾ എങ്ങോട്ട് പോകും റഹ്മാനെ? നമ്മൾ നഷ്ടവാളികളായി പോകുമല്ലോ റഹ്മാനെ. അല്ലാഹുവേ, നമ്മളെ നീ നഷ്ടവാളികളുടെ കൂട്ടത്തിൽ പെടുത്തല്ലേ റഹ്മാനെ. അല്ലാഹു, നിന്റെ ഔദാര്യം കൊണ്ട് നമ്മുടെ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും എല്ലാം പുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. സർവശക്തനായ അല്ലാഹുവേ, നിന്നോട് നമ്മൾ യാചിക്കുകയാണ് റഹ്മാനെ. പാപഭംഗിലമായ കരങ്ങൾ നിന്റെ മുന്നിൽ നീട്ടിയിരിക്കുന്നു റഹ്മാനെ. നിന്റെ മുന്നിൽ നീട്ടിയിരിക്കുന്ന ഈ കരങ്ങളെ നീ വെറുതെ തട്ടിക്കളയല്ലേ റഹ്മാനെ. അല്ലാഹു, നമ്മളിൽ പലരും കടങ്ങൾ കൊണ്ട് വലയുന്നവരുണ്ട് റഹ്മാനെ. അവരുടെ കടങ്ങൾ വീട്ടുന്നതിനുള്ള മാർഗങ്ങൾ നീ തുറന്നു കൊടുക്കണേ റഹ്മാനെ. ജോലി ആവശ്യമുള്ളവർക്ക് അവരുടെ ശാരീരിക സുഖത്തിനും മാനസിക സുഖത്തിനും ഉതകുന്ന തരത്തിലുള്ള ജോലി നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ജോലി ഇല്ലാത്തവർക്ക് ആ ജോലി നൽകണം റഹ്മാനെ. ഇനി ജോലി ഉണ്ടെങ്കിലും അത് ചെയ്യാൻ ശാരീരികമായി ബുദ്ധിമുട്ടുള്ളവർക്ക് അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റി ആ ജോലികൾ ചെയ്യുന്നതിന് പ്രാപ്തരാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, എല്ലാം അറിയുന്നവൻ നീയാണ് റഹ്മാനെ. പടച്ചവനെ, നമ്മളിൽ പലരും പല പല ആവശ്യങ്ങൾ ഉള്ളവരാണ് റഹ്മാനെ. നമ്മുടെ ആവശ്യങ്ങൾ, ഹലാലായ ഉദ്ദേശങ്ങളെല്ലാം അറിഞ്ഞ് നീ അതിനെ നടപ്പിലാക്കി തരണേ റഹ്മാനെ. അല്ലാഹുവേ, നമ്മളിൽ ഒരുപാട് പേർ മരണപ്പെട്ടു പോയിട്ടുണ്ട് റഹ്മാനെ. അവർ നിന്റെ അടുക്കിലേക്ക് എത്തിയിരിക്കുകയാണ് റഹ്മാനെ. അവരുടെ അവസ്ഥ നന്നായി അറിയുന്നവൻ നീ മാത്രമാണ് റഹ്മാനെ. നമുക്ക് അവരുടെ അവസ്ഥകളെക്കുറിച്ചൊന്നും യാതൊരു അറിവുമില്ല റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ നല്ല സമീപനം അവരോട് കാണിക്കണേ റഹ്മാനെ. നമ്മൾ ഈ ചെയ്യുന്ന നന്മകളുടെ മിസ്ല സവാബ് അവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. കാരുണ്യവാനായ റഹ്മാനെ, അവരുടെ ദറജകൾ നീ ഉയർത്തി കൊടുക്കണേ റഹ്മാനെ. അവരുടെ ഖബറുകളെ നീ വിശാലമാക്കണേ റഹ്മാനെ. പ്രകാശപൂരിതമാക്കണേ റഹ്മാനെ. സ്വർഗത്തിൻ്റെ അവകാശികളിൽ പെടുത്തണേ റഹ്മാനെ. പരലോകം വിജയിച്ചവരിൽ ചേർത്ത് കൊടുക്കണേ അല്ലാഹുവേ. പടച്ചവനെ, നമ്മളെ നീ സ്വർഗത്തിൻ്റെ അവകാശികളിൽ പെടുത്തി തരണേ റഹ്മാനെ. നാളെ നമുക്കും ചെന്ന് കിടക്കാനുള്ള ആ ഖബറിനെ പ്രകാശമുള്ളതാക്കണേ റഹ്മാനെ. ഇടുങ്ങിയ ഖബറിനെ നീ വിശാലമാക്കി തരണേ റഹ്മാനെ. അല്ലാഹുവേ, എന്താണ് നിന്നോട് ചോദിക്കേണ്ടതെന്ന് അറിയില്ല റഹ്മാനെ.
നമ്മുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ കണ്ടറിഞ്ഞ് അതിനെല്ലാം നീ പരിഹാരം നൽകണേ റഹ്മാനെ. ആവശ്യങ്ങൾ നിറവേറ്റി തരണേ റഹ്മാനെ. പടച്ചവനെ, നമ്മുടെ അറിവുകൾ, നമ്മുടെ ഇൽമിൽ നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. പഠിച്ച അറിവ് അനുസരിച്ച് അമൽ ചെയ്യുന്നതിനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിനും നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. അള്ളാഹുവെ, നമ്മൾ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നമുക്കെല്ലാവർക്കും നീ ദീർഘായുസ് നൽകണേ റഹ്മാനെ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. നമ്മളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശങ്ങൾ അറിയുന്ന നാഥ, അവരുടെ ആവശ്യങ്ങളെല്ലാം നീ നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ. കരുണക്കടലായ റഹ്മാനെ, കരുണാനിധിയായ അള്ളാഹുവെ, നമ്മളോട് നീ കരുണയുടെ നോട്ടം നോക്കണേ റഹ്മാനെ. അള്ളാഹു, ഈ സ്ഥാപനത്തിന് നീ നിലനിർത്തണേ റഹ്മാനെ. ഇതിൻ്റെ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പുകാരെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, സ്ഥാപനത്തിൻ്റെ നടത്തിപ്പുകാരെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. സ്ഥാപനത്തിൻ്റെ അന്ത്യനാൾ വരെ നീ നിലനിർത്തുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്യണേ റഹ്മാനെ. ലോകത്ത് മറ്റുള്ള സ്ഥാപനങ്ങൾക്കെല്ലാം മാതൃകയാക്കണേ റഹ്മാനെ. ഇതുകൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശത്തെ നീ പൂർണ്ണീകരിച്ച് തരണേ റഹ്മാനെ. അതിനെ നീ പരിപൂർണമായിട്ടും സഫലമാക്കി തരണേ റഹ്മാനെ. അള്ളാഹുവെ, തലചായ്ക്കാൻ ഇടമില്ലാത്ത അല്ലെങ്കിൽ അശരണരായ ആളുകൾക്ക് അത്താണിയായിട്ടുള്ള ഈ സ്ഥാപനത്തെ നീ ലോകത്തിന് മാതൃകയാക്കണേ റഹ്മാനെ. മനുഷ്യരുടെ മനസ്സിനെ ഈ സ്ഥാപനത്തിലേക്ക് നീ അടുപ്പിച്ചു തരണേ റഹ്മാനെ. വല്ലാത്ത സാമ്പത്തികമായ പരാധീനകളും ബുദ്ധിമുട്ടുകളിലും കഴിയുകയാണ് റഹ്മാനെ. അതിനെല്ലാം മാറ്റിത്തരണേ റഹ്മാനെ. നിന്റെ ഖജനാവിന് യാതൊരു കുറവുമില്ലല്ലോ അള്ളാഹുവെ. അതിൻ്റെ വിശാലമായ ഖജനാവ് ഈ സ്ഥാപനത്തിന് വേണ്ടി പലരുടെയും മനസ്സുകളിലൂടെ, പലരുടെയും കൈകളിലൂടെ നീ തുറന്നു തരണേ റഹ്മാനെ. ഖൈറിൻ്റെ വഴികൾ നീ തുറന്നു തരണേ റഹ്മാനെ. എല്ലാവിധ ഖൈറിൻ്റെ വാതായനങ്ങൾ നീ തുറന്നു നൽകണേ റഹ്മാനെ. എന്തെല്ലാം തടസ്സങ്ങൾ വരാനിരിക്കുന്നു ആ തടസ്സങ്ങളെല്ലാം മാറ്റിത്തരണേ റഹ്മാനെ. സ്ഥാപനത്തിൻ്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി, മുന്നോട്ടുള്ള ഗമനത്തിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ഇനി നമുക്ക് എടുക്കേണ്ടതുണ്ടോ അതിൻ്റെ എല്ലാ തടസ്സങ്ങളും മാറ്റിത്തരണേ റഹ്മാനെ. കാര്യങ്ങളെല്ലാം സുഗമമാക്കി തരണേ അള്ളാഹുവേ. പടച്ചവനെ, എന്താണ് നിന്നോട് ചോദിക്കേണ്ടത് നമുക്കറിയില്ല റഹ്മാനെ. നമ്മൾ ചോദിച്ചതിൽ വല്ലതും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് നീ നൽകണേ റഹ്മാനെ. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈക്കൽ മസീർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.